എക്സാം ഇൻ ഫാമിലി. സോ ഇന്ന് നമ്മൾ നീറ്റ് ടോപ്പ് 10 ക്വസ്റ്റ്യൻ സീരീസ് എന്ന സീരീസിലെ അടുത്ത ഒരു ചാപ്റ്ററുമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇത് സ്ഥിരമായിട്ട് കാണുന്ന മക്കൾക്ക് അറിയാം, മിസ് എന്ത് ചെയ്യും, ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഒരുമിച്ച് സോൾവ് ചെയ്യും. അതിനുശേഷം ഒരു 11ാമത്തെ ക്വസ്റ്റ്യൻ വയ്ക്കും. നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യനും വെക്കുന്നുണ്ട് അല്ലേ. അപ്പം ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എൻ്റെ മക്കളെല്ലാവരും കമൻറ്റ് ചെയ്യാറുണ്ട്, സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യാറുള്ള കുട്ടികളുണ്ട്. സോ മിസ് അതെല്ലാം വായിക്കാറുണ്ട്, മിസ് അതിൽ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, നീറ്റിന് ഇനിയും ഇതേപോലെ തന്നെ ഞങ്ങളുടെ കൂടെ പ്രിപ്പയർ ചെയ്ത് പോവുക. അപ്പം ഇന്നത്തെ നമ്മളുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ ആനിമൽ ഫിസിയോളജിയിൽ ആദ്യത്തെ ചാപ്റ്ററാണ്. ശരിക്കും നമുക്ക് ഡൈജഷൻ ആൻഡ് എബ്സോർപ്ഷൻ എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. ആ ചാപ്റ്റർ ഇപ്പോൾ ഡിലീറ്റഡ് ആണ്. അതിന് പകരം ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏത് ചാപ്റ്ററാണ്, ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സോ ആനിമൽ ഫിസിയോളജി മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നീറ്റിനെ സംബന്ധിച്ച് ആനിമൽ ഫിസിയോളജി പാർട്ടിലെ എല്ലാ ചാപ്റ്ററിലും ഏകദേശം ഒരേ വെയിറ്റേജ് തന്നെയാണ്. എറൗണ്ട് എത്രയാണ്, ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് വരാനാണ് കേട്ടോ സാധ്യത. 2 to 3 ക്വസ്റ്റ്യൻ വരെ, അതായത് 8 to 12 മാർക്സ് ആണ് ഒരു ഫിസിയോളജി ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ എടുക്കുകയാണെങ്കിൽ ഏകദേശം 1-2 ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ നമ്മളുടെ ഈ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൽ നിന്ന്. ഓക്കെ, 2023 ഒരു ക്വസ്റ്റ്യനേ വന്നിട്ടുള്ളൂ. അപ്പം അത് എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ വേരി ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ മാക്സിമം ജനറലി ഒരു 2 ആൻഡ് മാക്സിമം ആണ് 3 ക്വസ്റ്റ്യൻ ഒക്കെ പറയുന്നത്. ക്ലിയർ ആണല്ലോ. സോ യെസ്, സോ ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ് കേട്ടോ. നമ്മളുടെ ഇന്നത്തെ 10 ക്വസ്റ്റ്യനിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാണ്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് 11ാമതായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നിങ്ങൾ ആരും എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. അത് വായിക്കുകയും വേണം, അത് കമൻറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ് മിസ് വായിക്കുന്നുണ്ട് കേട്ടോ. സോ നമ്മളുടെ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അല്ലേ. സെലക്ട് ദ കറക്റ്റ് ഇവൻറ്റ്സ് ദാറ്റ് ഒക്കർ ഡ്യൂറിങ് ഇൻസ്പിരേഷൻ. അപ്പോൾ ഇത് മെക്കാനിസം ഓഫ് ബ്രീത്തിങ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അവിടുന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് മെക്കാനിസം ഓഫ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഇയർ എന്ന് പറയുന്നത് 2020 ആണ് കേട്ടോ. 2020 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സോ നമ്മളുടെ അടുത്ത് 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 4 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ആൻഡ് 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റും വായിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ത് ചെയ്യാം, നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവൻറ്റ്സ് ദാറ്റ് ഒക്കർ ഡ്യൂറിങ് ഇൻസ്പിരേഷൻ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ശ്വാസം വലിക്കുകയാണ് അല്ലേ. അപ്പം ശ്വാസം വലിക്കുന്ന സമയത്ത് നമ്മളുടെ ഡയഫ്രം എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. യെസ്, കോൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം ഉണ്ട്. ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വോളിയം ഓഫ് എന്താണ്, വോളിയം ഓഫ് തൊറാസിക് ക്യാവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. വോളിയം ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് പൾമണറി വോളിയം ഡിക്രീസസ് എന്നാണ്, വിച്ച് ഇസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ശരിക്കും എന്താ ചെയ്യേണ്ടത്, വോളിയം ഇൻക്രീസ് ചെയ്യണം അല്ലേ. അതേപോലെ നമ്മളുടെ റിബ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അപ്വേർഡായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. നമ്മളെ റിബ്സ് അപ്വേർഡായിട്ട് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്വേർഡായിട്ട് മൂവ് ചെയ്യുന്നത് എപ്പോഴാണ്, മസിലിൻ്റെ സഹായത്തോടു കൂടിയാണ്. അതായത് എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ റിബ്സിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്ലിഫ്റ്റ് ചെയ്യുന്ന സമയത്തും എന്താണ് അവിടെ സംഭവിക്കുന്നത്, വോളിയം ഓഫ് തൊറാസിക് ക്യാവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ യെസ്, ഇത് ശരിയാണ്. കോൺട്രാക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽ പ്രസൻ്റ് ആണ്. പിന്നെ പ്രഷർ, വോളിയം എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ അല്ലേ. വോളിയം ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, പ്രഷർ ഡിക്രീസ് ആണ് ചെയ്യേണ്ടത്. സോ ഇൻട്രാ പൾമണറി പ്രഷർ ഷുഡ് ഡിക്രീസ്, ഇൻക്രീസ് അല്ല. അപ്പോൾ ഇതും എന്താണ്, തെറ്റാണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്നതിൽ സിയും ഡിയും തെറ്റാണ്, എയും ബിയും കറക്റ്റ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ഇവൻറ്റ്സ് ആണ്. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആൻഡ് ബി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ നമുക്ക്, യെസ്. 4ാമത്തെ ഓപ്ഷൻ ഒന്ന് നോക്കിയേ, എ ആൻഡ് ബി ആണ് കേട്ടോ നമ്മളുടെ ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ഉത്തരം. റെഡിയാണല്ലോ. സോ യെസ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത 2ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് കാണാം, വൈറ്റൽ കപ്പാസിറ്റി ഓഫ് ലങ് ഇസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഒരു ഫോർമുല ഓർത്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് 2023 റീസെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ കപ്പാസിറ്റി, ലങ് കപ്പാസിറ്റി ആൻഡ് വോളിയം എന്ന് പറയുന്ന റീജിയനിൽ നിന്ന് ക്വസ്റ്റ്യൻസ്
വരാറുണ്ട് മിക്കപ്പോഴും. അതായത് 2024 വന്നിട്ടുണ്ട്, 2023 2022 2021 2020 ഒക്കെ വന്നിട്ടുണ്ട്. അതായത് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഈ ലങ് കപ്പാസിറ്റി ആൻഡ് വോളിയം, ഓക്കെ, അതിൽ നിന്ന് ഷുവർ ആയിട്ടും വരും എന്ന് പറയാം. അപ്പോൾ ഇതൊരു ഷുവർ ഷോർട്ട് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. അതായത് ലങ് കപ്പാസിറ്റീസ് ആൻഡ് വോളിയം എന്ന് പറയുന്നത് ഷുവർ ഷോർട്ട് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എന്തായാലും ടെക്സ്റ്റ് ബുക്കിൽ ഇത് നിങ്ങളൊരു ഷോർട്ട് നോട്ടാക്കി വെച്ച് അത് പഠിച്ച് നല്ല അടിപൊളിയായിട്ട് വേണം എക്സാമിന് പോകാനായിട്ട് കേട്ടോ. സോ വൈറ്റൽ കപ്പാസിറ്റിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ റെസിഡ്യുവൽ വോളിയം ഒഴിച്ച് ബാക്കി എല്ലാവരെയും ആഡ് ചെയ്യുന്നതാണ് എന്ത്, വൈറ്റൽ കപ്പാസിറ്റി. അതായത് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം എമൗണ്ട് ഓഫ് എയർ നമുക്ക് എക്സ്പെല് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എയർ ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ, അല്ലെ, ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ മാക്സിമം ഇൻഹലേഷൻ ചെയ്ത് മാക്സിമം എക്സ്പെല് ചെയ്യുന്നതിനെയാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് വിളിക്കുക. ഓക്കെ, സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെ വേണം, ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം വേണം, എക്സ്പിരേറ്ററി റിസർവ് വോളിയം ആൻഡ് ടൈഡൽ വോളിയം, ഇത്ര വരെ വരുള്ളൂ. ആരുണ്ടാവില്ല, RV ഉണ്ടാവില്ല. ഓക്കെ, റെസിഡ്വൽ വോളിയം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. IRV പ്ലസ് CRV മാത്രമല്ല, അല്ലേ, IRV പ്ലസ് CRV മാത്രമല്ല, IRV പ്ലസ് CRV പ്ലസ് TV പ്ലസ് RV വരുന്നില്ല. ഇതെന്തായി, ടോട്ടൽ ലങ് കപ്പാസിറ്റി, ഇത് ടോട്ടൽ ലങ് കപ്പാസിറ്റി ആണ് കേട്ടോ. അടുത്ത നോക്കുക, IRV പ്ലസ് CRV പ്ലസ് TV മൈനസ് RV, അങ്ങനെ ഒരു ഫോർമുല ഇല്ല. ഓക്കെ, ടോട്ടൽ ലങ് കപ്പാസിറ്റി മൈനസ് RV ആയിരുന്നെങ്കിൽ നമ്മളുടെ വൈറ്റൽ കപ്പാസിറ്റി തന്നെ വന്നേനെ. അപ്പം ഇതും തെറ്റാണ്. അടുത്ത ഓപ്ഷൻ നോക്കി, IRV പ്ലസ് ERV പ്ലസ് TV. എക്സാക്ട്ലി ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. പെർഫെക്റ്റ്. ഓക്കെ, സോ ഫോർത്ത് ആണ് എന്ത്, കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം. ഓപ്ഷൻ 4 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം. ഓക്കെ ആണല്ലോ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ നല്ല സിമ്പിളായിട്ട് ചെയ്തില്ലേ. സോ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരിക. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതേ കാര്യം നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ്ങിലൂടെയും ചോദിക്കാം, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള കുറച്ച്, അതായത് ക്വസ്റ്റ്യൻ പാറ്റേൺ മാറും, പക്ഷേ കണ്ടന്റ് സെയിം ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അടുത്തത് നോക്കുക, നിങ്ങളുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫേവറബിൾ കണ്ടീഷൻ, അതായത് ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇതെന്താണ് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ, അല്ലെ, ഹീമോഗ്ലോബിൻ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഞാനൊന്ന് ക്വസ്റ്റ്യൻ വായിക്കാം കേട്ടോ മക്കളെ, ഒന്ന് നോക്കുക. സെലക്ട് ദ ഫേവറബിൾ കണ്ടീഷൻസ് റിക്വയർഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ഓക്സിഹീമോഗ്ലോബിൻ at the alveoli. അതായത് ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യണമെങ്കിൽ, അതായത് ഓക്സിജൻ അസോസിയേറ്റ് ചെയ്യേണ്ട കണ്ടീഷനാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ. ഓക്സിജൻ എപ്പോഴാണ് ഓക്സി ഹീമോഗ്ലോബിനായിട്ടും, അതായത് ഓക്സിജൻ എപ്പോഴാണ് ഹീമോഗ്ലോബിനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക, ഓക്സിജൻ്റെ അളവ് ബോഡിയിൽ കൂടുതലുള്ളപ്പം, അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്തായിരിക്കണം, കൂടുതലായിരിക്കണം. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെയാവുമ്പോൾ എന്തായിരിക്കണം, കുറവായിരിക്കണം. pH എന്തായിരിക്കണം, കൂടുതലായിരിക്കണം. ഓക്കെ, pH കുറയാനായിട്ട് പാടില്ല. അസിഡിക് കണ്ടീഷൻ പറ്റില്ല. നമ്മൾ എന്താണ്, കുറച്ച് ആൽക്കലൈൻ, അതായത് pH എന്തായിരിക്കണം, ആൽക്കലൈൻ കണ്ടീഷനിലോട്ട് വരണം. pH കൂടുതലായിരിക്കണം. ടെമ്പറേച്ചർ എന്തായിരിക്കണം, കൂടാൻ പാടില്ല. ടെമ്പറേച്ചർ എന്തായിരിക്കണം, കുറയണം. ഓക്കെ, ടെമ്പറേച്ചർ കുറയണം. ഇനി pH കൂടുക എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം എന്താണ്, H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണെന്നാണ് കേട്ടോ. pH കൂടുക എന്ന് പറയുമ്പം H+ അയോൺ കുറവാണ്. H+ അയോൺ കൂടുക എന്ന് പറയുമ്പം അത് എസിഡിക് ആണ്. എസിഡിക് ആണെങ്കിൽ pH കുറയാണ് ചെയ്യുക. ഓക്കെ, pH കൂടുക എന്ന് പറയുമ്പോൾ അതെന്താണ്, ബേസിക് ആണ്. ബേസിക് ആണെങ്കിൽ H+ അയോൺസ് അവിടെ കുറവായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഈ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമുക്ക് ഇതുമായിട്ട് യോജിക്കുന്ന ഓപ്ഷൻ ഏതാണെന്നുള്ളത് ചെക്ക് ചെയ്താൽ മാത്രം മതി. ക്ലിയർ അല്ലേ, സിമ്പിൾ. ഓക്കെ, സോ നോക്കുക, ലോ PO2, നോ ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യണമെങ്കിൽ അവിടെ എന്തായാലും ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ വേണം. ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ, അപ്പം ഹൈ PO2 ആണ് വരേണ്ടത്. യെസ്, അങ്ങനെയുള്ള രണ്ട് ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എലിമിനേഷൻ വഴി എന്ത് ചെയ്യാം, ആദ്യത്തെയും അതേപോലെ തന്നെ യെസ്, ആദ്യത്തെ ഓപ്ഷൻ എന്ത് ചെയ്യാം, എൻറ്റയർലി കട്ട് ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷനും എൻറ്റയർലി കട്ട് ചെയ്യാം. അടുത്ത നോക്കുക, ഹൈ PCO2 ആണോ വരേണ്ടത്, ഹൈ PCO2 അല്ല, ലോ PCO2 ആയിരിക്കണം. അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ ഷുഡ് ബി ലോവർ, എന്നാൽ മാത്രമേ ഇത് എന്താവുള്ളൂ, കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതും എന്താണ്, തെറ്റാണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി, ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ആൻസർ. ലോ PCO2 വരണം, ലെസ് H+ എന്ന് പറഞ്ഞാൽ ഹൈ pH ആയിരിക്കണം, അല്ലേ, ആൻഡ് ലോവർ ടെമ്പറേച്ചർ. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. സിമ്പിൾ. റെഡി? ഓക്കെ, അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. മിസ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പം റീസെൻ്റ്ലി ട്രെൻഡിങ് ആണ്. ഞാൻ വീണ്ടും എടുത്തെടുത്ത് എൻ്റെ വീഡിയോസ് പ്രീവിയസ്ലി കണ്ടിട്ടുള്ള കുട്ടികൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. മിസ് എടുത്തെടുത്ത് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ നീറ്റിന് വരിക എന്നുള്ളത് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും, ഓരോ
ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. ഓക്കെ, എക്സാമിനേഴ്സിന് ഇഷ്ടമുള്ളൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് കോളംസ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. അപ്പം ഈ 4ാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന വർഷം എന്ന് പറയുന്നത് 2020 കേട്ടോ. 2020 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് നമ്മളുടെ ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് എല്ലാ ഏരിയയിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പെറുക്കിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഇന്ന ഏരിയ എന്ന് പറയാനായിട്ടില്ല, എൻ്റയർ ചാപ്റ്റർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ലിസ്റ്റ് 1-ലത്തെ ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് ന്യൂമോടാക്സിക് സെൻറ്റർ ആണ്. എവിടെയാണ് മക്കളെ ന്യൂമോടാക്സിക് സെൻറ്റർ പ്രസൻ്റ് ആയിരിക്കുന്നത്? നമ്മുടെ പോൺസ് എന്ന് പറയുന്ന റീജിയനിലാണ് കേട്ടോ. പോൺസ് റീജിയൻ ഓഫ് ബ്രെയിനിലാണ്. അത് ഇങ്ങനെ ഓർത്ത് വെക്കാം നിങ്ങൾക്ക്. PP ആണ് കേട്ടോ. ന്യൂമോടാക്സിക് സെൻറ്റർ എവിടെയാണുള്ളത്? പോൺസ് റീജിയനിലാണ്. സോ ആൻസർ എയുടെ ആൻസർ വരുന്നത് A2 ആണ്. A2 ആണ്. സോ A2 ഉള്ള ഓപ്ഷൻ നമുക്ക് നോക്കാം. ആൻസർ കിട്ടി നമുക്ക്. ഓപ്ഷൻ A ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ഉത്തരം. പക്ഷെ നമുക്ക് ബാക്കി കൂടെ എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. O2 ഡിസോസിയേഷൻ കർവ്. O2 ഡിസോസിയേഷൻ കർവ് എന്താണ്? ഹീമോഗ്ലോബിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലേ. ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിനിൽ നിന്ന് ഓക്സിജൻ റിമൂവ് ആവുന്ന പ്രോസസ്സാണ് എന്ത്? ഡിസോസിയേഷൻ എന്ന് വിളിക്കുന്നത്. സോ B എന്താണ്? 3 ആണ് വരേണ്ടത്. യെസ്, ഇത് കറക്റ്റ് ആണ്. അടുത്ത നോക്കുക, കാർബോണിക് എനൈഡ്രേസ് എവിടെയാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. കാർബോണിക് എനൈഡ്രേസ് എവിടെയാണ് ഉള്ളത്? നമ്മുടെ RBCയുടെ ഉള്ളിൽ. ഓക്കെ, സോ C എന്താണ്? 4 ആണ്. ഇനി D, പ്രൈമറി സൈറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. പ്രൈമറി സൈറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എവിടെയാണ്? ആൽവിയോളൈ. സിമ്പിൾ, വെരി സിമ്പിൾ ഓപ്ഷൻസ് അല്ലേ. ഒന്ന് നോക്കി, ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ A ആണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള പക്ഷെ എന്നാൽ നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിത് ആൻസർ ചെയ്തു എന്നാണ് കേട്ടോ മിസ് വിചാരിക്കുന്നത്. റെഡി ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് കണ്ടോ, നിങ്ങൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് പോലെയുള്ള ക്വസ്റ്റ്യൻ വരും. പക്ഷേ ഇതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ റെസ്പിറേറ്ററി ഡിസോർഡർ അല്ലേ, ആസ്മയും എംഫിസിമയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ വന്ന് വായിച്ചില്ല. അപ്പം ആസ്മയും എംഫിസിമയും വരുന്നത് റെസ്പിറേറ്ററി ഡിസോർഡർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ 5ാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇയർ എന്ന് പറയുന്നത് 2018 ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്കൊന്ന് വായിക്കാം, ക്വസ്റ്റ്യൻ വായിക്കാം, നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ചിലപ്പോൾ ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ അവിടെ. ഓക്കെ, നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻസ് കറക്റ്റ്ലി റെപ്രസെൻറ്റ്സ് ദ ലങ് കണ്ടീഷൻ ഇൻ ആസ്മ ആൻഡ് എംഫിസിമ റെസ്പെക്റ്റീവ്ലി. അതായത് ആസ്മെറ്റിക് ആയിട്ടുള്ള ഒരാളുടെയും എംഫിസിമ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരുന്ന ആളുടെയും ലങ്ങിൻ്റെ കണ്ടീഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ആസ്മ എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം. നമ്മൾ യൂസ് ചെയ്യുന്ന സ്പ്രേസ്, ആസ്മയ്ക്ക് യൂസ് ചെയ്യുന്ന സ്പ്രേ എന്ന് പറയുന്നത് നമ്മൾ എങ്ങോട്ടാണ്? വായിലൂടെയാണ് പമ്പ് ചെയ്യുക അല്ലേ. അത് എവിടേക്കാണ് ഡയറക്റ്റ് ആയിട്ട് പോകുന്നത്? നമ്മുടെ ബ്രോങ്കിയോൾസിലോട്ടാണ് കേട്ടോ പോകുന്നത്. ബ്രോങ്കിയോൾസിലോട്ടാണ് പോകുന്നത്. സോ എന്തുകൊണ്ടാണ് ബ്രോങ്കിയോൾസിലേക്ക് അതിനെ കൊണ്ടുപോകുന്നത്? എന്തിനാണ് ആ മരുന്ന് അവിടേക്ക് അടിച്ചു കൊടുക്കുന്നത്? കാരണം എന്താണ്? ബ്രോങ്കിയോൾസ് ഇങ്ങനെ ഇൻഫ്ലെയിംഡ് ആയിട്ടുണ്ട്. ഇൻഫ്ലെയിംഡ് എന്ന് പറഞ്ഞാൽ സ്വെല്ല് ചെയ്ത് നിൽക്കുകയാണ്. അത് കുറയ്ക്കാനായിട്ട്. അപ്പോൾ ബ്രോങ്കിയോൾസ് സ്വെല്ല് ചെയ്ത് നിൽക്കുമ്പോൾ എയറിൻ്റെ ട്രാൻസ്പോർട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വീസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. സോ ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കിയോൾസ് ആണ് വരേണ്ടത്. ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കിയോൾസ് ആണ് ആസ്മയുടേത് വരേണ്ടത്. കറക്റ്റ് ഓപ്ഷൻ അല്ലേ ചോദിച്ചത്? യെസ്, കറക്റ്റ് ഓപ്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആസ്മ എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കിയോൾസ്. യെസ്, A ആണല്ലേ നമ്മുടെ ആൻസർ. കാരണം എന്താണ്? ബാക്കിയുള്ളതിലെല്ലാം തെറ്റാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ, മാറിപ്പോയിട്ടുണ്ട്, ഓർഡറൊക്കെ മാറിപ്പോയിട്ടുണ്ട്. സോ യെസ്, A ആണ് നമ്മുടെ ആൻസർ. നമുക്ക് അടുത്തതും കൂടെ ശരിയാണോ എന്നുള്ളത് നോക്കാം. എംഫിസിമ എന്തായിരുന്നു? ഈ സിഗരറ്റ് ഒക്കെ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരുടെ റെസ്പിറേറ്ററി സർഫസ് എന്ത് ചെയ്യാറുണ്ട്? റെസ്പിറേറ്ററി സർഫസ് ഡിക്രീസ് ചെയ്യാറുണ്ട് അല്ലേ. അതായത് റെസ്പിറേഷൻ നടക്കുന്ന സർഫസ് ഡിക്രീസ് ചെയ്യുക. നമ്മുടെ ആൽവിയോളൈനെയാണ് എന്ത് ചെയ്യുന്നത്? ബാധിക്കുന്നത് കേട്ടോ. റെസ്പിറേറ്ററി സർഫസ് ഡിക്രീസ് ചെയ്യുന്നതാണ് എന്ത്? എംഫിസിമ എന്ന് പറയുന്ന കണ്ടീഷൻ. അപ്പോഴും എന്താണ്? നമുക്ക് ശ്വാസം വലിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. എയറിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എന്താണ്? ബുദ്ധിമുട്ടായിരിക്കും. സോ ആൻസർ വരാൻ പോകുന്നത് യെസ്, ഓപ്ഷൻ A തന്നെയാണ് കേട്ടോ. ഡിക്രീസ്ഡ് റെസ്പിറേറ്ററി സർഫസ്, ഡിക്രീസ്ഡ് ആയിട്ടുള്ള റെസ്പിറേറ്ററി സർഫസ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ A. 5ാമത്തെ ക്വസ്റ്റ്യൻ്റെയും ആൻസർ വന്നിരിക്കുന്നത് എന്താണ് മക്കളെ? ഓപ്ഷൻ A ആണ്. സോ ബാക്കിയൊന്നും അല്ല, കാരണം ഇൻക്രീസ് നമ്പർ ഓഫ് ബ്രോങ്കിയോൾസ് അല്ല. ഓക്കെ, ഇൻക്രീസ്ഡ് റെസ്പിറേറ്ററി സർഫസ് അല്ല. ഇൻക്രീസ്ഡ് റെസ്പിറേറ്ററി സർഫസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ശ്വാസം മുട്ടലുണ്ടാവുക? ഓക്കെ, ഇൻഫ്ലമേഷൻ ഇത് യെസ്, ഇത് എന്താണ്? തല തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് അല്ലേ. അതായത് എംഫിസിമ അല്ല, റെസ്പെക്റ്റീവ്ലി. ഇവിടെ ഒരു വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ ആദ്യം ആരുടെ ഉത്തരമാണ് നോക്കേണ്ടത്? ആസ്മയുടേതാണ് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ എംഫിസിമയുടെ ഉത്തരത്തിലോട്ട് പോകാൻ പാടുള്ളൂ. അപ്പോൾ റെസ്പെക്റ്റീവ്ലി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ്? ഇത് തെറ്റാണ് കേട്ടോ. ഇവിടെ ഇത് കറക്റ്റാണ് ആസ്മയ്ക്ക്, പക്ഷേ നമ്മളുടെ ഓർഡർ മാറിപ്പോയി. അപ്പോൾ ഇത് തെറ്റ്, ഇതും തെറ്റ്. ഓക്കെ, യെസ്, ഇത് തെറ്റ്.
ഇവിടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തതാ, മാറിപ്പോയതാ. ഡി ഓപ്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടതേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കൺഫ്യൂഷൻസിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, വീണ് പോകാനായിട്ട് പാടില്ല. ഓക്കെ, അതായത് റെസ്പെക്റ്റീവ്ലി എന്ന് കൊടുത്താൽ അതേ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. നേരെ തിരിച്ചൊക്കെ ചിലപ്പോൾ ഓപ്ഷൻ ഉണ്ടാവും, അത് നമ്മൾ മൈൻഡ് ആക്കണ്ട. ക്ലിയർ ആണല്ലോ? സോ ഇവിടെ ആൻസർ വരുന്നത്, ഫിഫ്ത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി നമ്മളുടെ ആറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആറാമത്തെ ക്വസ്റ്റ്യനും ഒരു ക്യൂട്ടായിട്ടുള്ള കുഞ്ഞി ക്വസ്റ്റ്യനാണ് കേട്ടോ, കുട്ടി ക്വസ്റ്റ്യനാണ്. ഒന്ന് നോക്കുക, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒന്ന് നോക്കിയേ മക്കളെ. ബൾക്ക് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ്ഡ് ഫ്രം ബോഡി ടിഷ്യൂസ് ഇൻ ടു ദ ബ്ലഡ് ഇസ് പ്രസൻറ്റ് ആസ് എന്നാണ്. അതായത് മെജോറിറ്റി ഓഫ് ദ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ആവുന്നത് എന്നുള്ളതല്ലേ നമ്മളുടെ ക്വസ്റ്റ്യൻ വരുന്നത്. സോ ആറാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നല്ലോണം വായിക്കുക. ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ ഒന്ന് നിങ്ങൾ നല്ലോണം വായിക്കുക. അതിന് തൊട്ട് മുന്നേയായിട്ട് നിങ്ങൾ ഓപ്ഷൻ വായിക്കുന്ന സമയത്ത് ഞാനൊരു ചെറിയൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഈ ആറാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഇയർ എന്ന് പറയുന്നത് 2011 കേട്ടോ. 2011 എക്സാം നടക്കുന്നത് ഈ AIPMT എന്ന് പറയുന്നൊരു എക്സാം ആയിരുന്നു. ആ എക്സാമിന് 2 ലെവൽസ് ഉണ്ട്, പ്രിലിംസ് ആൻഡ് മെയിൻസ്. ഓക്കെ, ഇത് മെയിൻസിൽ വന്ന എക്സാം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. AIPMTയുടെ മെയിൻസിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, റെഡി? സോ നോക്കിയേ, ആറാമത്തത് നമുക്ക് ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. 70% കാർബമിനോ ഹീമോഗ്ലോബിൻ ആൻഡ് 30% സ്പൈകാർബണേറ്റ്. ഇവിടെ നിങ്ങൾ ഒറ്റ കാര്യം ആലോചിക്കണ്ടോ, ഏറ്റവും കൂടുതൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബൈകാർബണേറ്റ്സ് ആയിട്ട് തന്നെയാണ്, ഏറ്റവും കൂടുതൽ അല്ലേ. അപ്പം ഇതല്ല, കാർബമിനോ ഹീമോഗ്ലോബിൻ വളരെ കുറച്ച് ശതമാനം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ട്രാൻസ്പോർട്ട് ചെയ്യുന്നുള്ളൂ. കാർബമിനോ ഹീമോഗ്ലോബിൻ അല്ല കേട്ടോ, ബൈകാർബണേറ്റ് ആണ് ആൻസർ വരേണ്ടത്. അപ്പോൾ ബൈകാർബണേറ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഇവിടെ ക്ലിയർ അല്ലേ? നോക്കുക, സി ആണ് ഇവിടെ ആൻസർ വരുന്നത്. ബൈകാർബണേറ്റ് ഇൻ ബ്ലഡ് ആൻഡ് പ്ലാസ്മ, ബൈകാർബണേറ്റ് ഇൻ ബ്ലഡ് പ്ലാസ്മ ആൻഡ് RBC. യെസ്, ബൈകാർബണേറ്റ് ആയിട്ടാണ് ഭൂരിഭാഗം കാർബൺ ഡൈ ഓക്സൈഡും എന്ത് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് അല്ലേ. വളരെ കുറച്ച്, ഏകദേശം ഒരു 7% പ്ലാസ്മയിൽ ഡിസോൾവ് ആകും. ഒരു 25% എങ്ങനെ പോകും, 25%ഓളം നമ്മളുടെ കാർബമിനോ ഹീമോഗ്ലോബിനൊക്കെ ആയിട്ട് പോകും. ബാക്കിയുള്ളത് മൊത്തം ഓക്കെ അറൗണ്ട് ഒരു 71-72% എന്താണ് നമ്മുടെ ബൈകാർബണേറ്റ് അയോൺസ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് കേട്ടോ. സോ ആൻസർ വരുന്നത് എന്താണ്, ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഫ്രീ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ബ്ലഡ് പ്ലാസ്മയൊക്കെ വളരെ കുറവ്, 7% ഉള്ളൂ. സോ ഇവിടെ 6th ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് എന്താണ്, ഓപ്ഷൻ സി. റെഡി? ഓക്കെ, അടുത്തത് ഇതിലും സിമ്പിൾ ക്വസ്റ്റ്യൻ, സ്വപ്നങ്ങളിൽ മാത്രം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് വന്നിരിക്കുന്ന ഇയർ കുറച്ച് മുന്നെയാണ്. സോ 1998 വന്നത്. അപ്പം ചിലപ്പോൾ വേണമെങ്കിൽ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് വരാം. കാരണം നിങ്ങളുടെ എക്സാം പേപ്പർ ഇപ്പോൾ കറൻ്റ്ലി, കഴിഞ്ഞ എക്സാം പേപ്പറൊക്കെ ശരിക്കും എളുപ്പമായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ഇൻ ആൽവിയോളൈ, എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് നടക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത് അല്ലേ. ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ഇൻ ആൽവിയോളൈ ടേക്സ് പ്ലേസ് ബൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് മെക്കാനിസം എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ ആൽവിയോളയുടെ സർഫസ് നമുക്കറിയാലോ. ആൽവിയോയുടെ സർഫസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഒരു സിംഗിൾ ലെയർ ഓഫ് സെല്ലാണ് അല്ലേ. പിന്നെ സിംഗിൾ ലെയർ ഓഫ് സെൽ ഓഫ് ആൽവിയോളൈ, പിന്നെ ഒരു ബേസ്മെൻറ്റ് മെംബ്രെയിൻ, പിന്നെ സിംഗിൾ ലെയർ ഓഫ് സെൽ ഓഫ് നമ്മളുടെ അതായത് നമ്മൾ അടുത്ത റീജിയൻ്റെ അല്ലേ. അതായത് ഏകദേശം ഒരു 3 ലെയർ തിക്നെസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള ലെയറാണ്. എന്തിനാണ് ഇത്രയും സിമ്പിളായിട്ടുള്ള ലെയർ, സിംഗിൾ ലെയർ ഓഫ് സെല്ലിനെ വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് തന്നെ ഡിഫ്യൂസ് ചെയ്യാനായിട്ടാണ് കേട്ടോ. പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്യാനായിട്ടാണ് സിംഗിൾ ലെയർ ഓഫ് സെല്ല് പ്രസൻ്റ് ആയിരിക്കുന്നത്. ആൽവിയോളൈ എന്താണ്, സിംഗിൾ ലെയർ ഓഫ് സെല്ലല്ലേ ഉള്ളൂ. അതിലത്തെ ബ്ലഡ് കാപ്പിലറി അല്ലേ, ബ്ലഡ് കാപ്പിലറിയുടെ ഒരു സിംഗിൾ ലെയർ ഉണ്ടാവും. അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു നമ്മളുടെ ലങ്സിൻ്റെ ആൽവിയോളയുടെ ഒരു സിംഗിൾ ലെയർ ഉണ്ടാവും. ആൻഡ് അതിൻ്റെ ഇടയിൽ ഒരു ബേസ്മെൻറ്റ് മെംബ്രെയിൻ ഉണ്ടാവും. അപ്പം ഇത്രയും തിന്നായിട്ടുള്ള ലെയർ എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ, സിമ്പിളായിട്ട് ഡിഫ്യൂസ് ചെയ്യാൻ. ഓക്കെ, വേഗം ഡിഫ്യൂഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അല്ലാതെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ ഒന്നും എനർജി റിക്വയർഡ് ആയിട്ടുള്ള പ്രോസസ്സല്ല. ഒന്ന് ആലോചിക്കുക, നമ്മൾ ഓരോ തവണ ശ്വാസം വലിക്കുമ്പോൾ എനർജി റിക്വയർഡ് ആണെങ്കിലുള്ള അവസ്ഥ അല്ലേ. ഓരോ മോളിക്യൂൾ ഓഫ് ഓക്സിജനെയും ക്യാരി ചെയ്യണമെങ്കിൽ എനർജി വേണ്ട ഒരു അവസ്ഥ. അങ്ങനെയല്ല, സിമ്പിളായിട്ട് പാസീവ്ലി നടക്കുന്ന ട്രാൻസ്പോർട്ടാണ്, സിമ്പിൾ ഡിഫ്യൂഷനാണ്, പാസീവ് ട്രാൻസ്പോർട്ടാണ്. പക്ഷേ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ പാസീവ് ട്രാൻസ്പോർട്ട് പലതരത്തിലുണ്ട്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഉണ്ട്, ഓസ്മോസിസ് ഉണ്ട്, സിമ്പിൾ ഡിഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ സ്പെസിഫിക് ആയിട്ട് ആൻസർ പറയുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പാസീവ് ട്രാൻസ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇത്ര മാത്രമേ ആലോചിക്കേണ്ടൂ. ഞാൻ സ്പെസിഫിക് ആയിട്ട് ആൻസർ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ ഏതാണ് വരിക, ഓപ്ഷൻ സി ആണ് കേട്ടോ, സിമ്പിൾ ഡിഫ്യൂഷൻ. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ടാണ് എയർ മോളിക്യൂൾസ് ഡിഫ്യൂസ് ആണ് ചെയ്യുന്നത്. ഫ്രം ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലോട്ട് പോവുക.
റെഡി? ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള സൂപ്പറായിട്ട് എഴുതാൻ പറ്റുന്ന, അതായത് ഇതിലപ്പുറം ഈസി ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരില്ല. ഓക്കെ, അത്രയും ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇങ്ങനത്തെ ഈസി ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒന്നെങ്കിൽ മാർക്ക് ചെയ്യുമ്പോൾ തെറ്റിക്കുന്ന ആൾക്കാരുണ്ടാവും, മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല കേട്ടോ. അതായത് നമ്മൾ ബബിൾ ചെയ്യുമ്പോൾ തെറ്റിക്കാനോ അങ്ങനെയൊന്നും പാടില്ല. വളരെ ശ്രദ്ധിച്ച് ആൻസേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക കേട്ടോ. സോ നമ്മളുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ, അതുപോലെ ഓവർ കോൺഫിഡൻസും പാടില്ല. നമ്മളൊരു മോഡറേറ്റ് ലെവൽ കോൺഫിഡൻസ് വേണം, പക്ഷെ നമുക്ക് ഓവർ ആയി കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് ആൻസർ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഒന്നും വേണ്ട. ക്വസ്റ്റ്യൻ മര്യാദയ്ക്ക് വായിച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. ബബിൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചിട്ട് ബബിൾ ചെയ്യുക. റെഡിയാണല്ലോ? സോ നമുക്ക് നമ്മളുടെ 8ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, റിഡക്ഷൻ ഇൻ pH ഓഫ് ബ്ലഡ് വിൽ ബി. അപ്പോൾ pH കുറയുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് 2016 വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. 2016 വന്ന ക്വസ്റ്റ്യൻ ആണ്, റീസെൻ്റ് ആയിട്ടുള്ള പേപ്പർ തന്നെയാണ്. ഇനി ഒന്ന് നോക്കുക, pH കുറയുക എന്നുള്ളതല്ലേ കൊടുത്തിരിക്കുന്നത്. pH കുറയുക എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ എന്താണ്, എസിഡിക് ആണ്. എസിഡിക് ആവുക എപ്പോഴാണ്, H+ അയോൺസ് കൂടുമ്പോഴാണ് അല്ലേ, H+ അയോൺസ് കൂടുമ്പോഴാണ്. അപ്പം ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യാത്ത കണ്ടീഷനാണ്. ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ കഴിഞ്ഞൊരു ക്വസ്റ്റ്യനിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടണം, കാർബൺ ഡൈ ഓക്സൈഡ് കുറയണം അല്ലേ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറയണം, H+ അയോൺസ് കുറയണം അല്ലേ. ഇതൊക്കെയായിരുന്നു നമ്മുടെ കണ്ടീഷൻ. ടെമ്പറേച്ചർ ലോവർ ആവണം. ഇങ്ങനെയാണെങ്കിൽ ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുള്ളൂ, അസോസിയേറ്റ് ചെയ്യുള്ളൂ അല്ലേ. അപ്പം ഈ ഒരു കണ്ടീഷനിൽ എന്തായിരിക്കും സംഭവിക്കുക, pH കുറയുക, എസിഡിക് ആവുക, PO2 കുറവാണ്, PCO2 കൂടുതലായിരിക്കും അല്ലേ. ആ ഒരു, അതായത് നേരെ റിവേഴ്സ് കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. ഓക്സി ഹീമോഗ്ലോബിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ അസോസിയേഷൻ അല്ല നടക്കുക, എന്ത് നടക്കും എന്നാണ്, ഡിസോസിയേഷൻ നടക്കും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഡിസോസിയേഷൻ കേർവിലാണ് നിങ്ങൾ ഈ ഒരു കാര്യം പഠിക്കുന്നതും. ക്ലിയർ ആണല്ലോ? ഓക്സിജൻ്റെ ഡിസോസിയേഷൻ കേർവിലാണ് നിങ്ങൾ ഈ ഒരു കാര്യം പഠിക്കുന്നതും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ വരേണ്ട ആൻസർ എന്ന് പറയുന്നത് റെഡ്യൂസ് ദ റേറ്റ് ഓഫ് ഹാർട്ട് അല്ല, റെഡ്യൂസ് ദ ബ്ലഡ് സപ്ലൈ ടു ദ ബ്രെയിൻ അല്ല, ഡിക്രീസ് ദ എഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. യെസ്, ഓക്സിജൻ്റെ ഡിസോസിയേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് ഇവിടെ കറക്റ്റായിട്ട് വരേണ്ട ഉത്തരം. ഓക്കെ, റിലീസ് ബൈകാർബണേറ്റ് അയോൺസ് ബൈ ദ ലിവർ. നോ, ഇവിടെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടി. 8ൻ്റെ ആൻസർ എന്ന് പറയുന്നത് C ആണ് കേട്ടോ. C ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ഉത്തരം. റെഡി ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതാണ് നമ്മളുടെ 9ാമത്തെ ക്വസ്റ്റ്യൻ. 9ാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ 2019 വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് ക്വസ്റ്റ്യൻ വായിക്കാം കേട്ടോ. ടൈഡൽ വോളിയം ആൻഡ് എക്സ്പിരേറ്ററി റിസർവ് വോളിയം ഓഫ് ആൻ അത്ലറ്റ് is 500 ml and 1000 ml respectively. Okay, what will be his expiratory capacity if the residual volume is 1200 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, എക്സ്പിരേറ്ററി കപ്പാസിറ്റി ആണ്. എക്സ്പിരേറ്ററി കപ്പാസിറ്റിക്ക് ഒരു ഫോർമുലയുണ്ട് അല്ലേ. എന്താണ് എക്സ്പിരേറ്ററി കപ്പാസിറ്റിയുടെ ഫോർമുല എന്ന് പറയുന്നത്, ടൈഡൽ വോളിയം പ്ലസ് എക്സ്പിരേറ്ററി റിസർവ് വോളിയമാണ് നമുക്ക് എന്ത് തരുന്നത്, എക്സ്പിരേറ്ററി കപ്പാസിറ്റി തരുന്നത്. റെഡി? ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്, നിങ്ങളുടെ കപ്പാസിറ്റി ആൻഡ് വോളിയമിൽ നിന്ന് എന്തായാലും മക്കളെ ഒരു ക്വസ്റ്റ്യൻ വരും, ഷുവറായിട്ടും ഒരു ക്വസ്റ്റ്യൻ വരും. നിങ്ങൾ 2025 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോളൂ, ഉറപ്പായിട്ടും ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് നോക്കുക, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സ്പിരേറ്ററി കപ്പാസിറ്റിയാണ്. എക്സ്പിരേറ്ററി കപ്പാസിറ്റിയുടെ ഫോർമുല എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, TV + ERV ആണ് അല്ലേ. അപ്പോൾ നമ്മളുടെ TV എന്ന് പറയുന്നത് എത്രയാണ്, 500 ആണ്. യെസ്, എക്സ്പിരേറ്ററി റിസർവ് വോളിയം എത്രയാണ് വരുന്നത്, 1000 ആണ് വരുന്നത്, 1000 ml ആണ് വരുന്നത്. അപ്പോൾ എക്സ്പിരേറ്ററി കപ്പാസിറ്റി എന്തായിരിക്കും, 1500 ml ആയിരിക്കും. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാല്യൂ ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, റെസിഡ്യുവൽ വാല്യൂ തന്നിരിക്കുന്നത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൺഫ്യൂസ് ആവാനായിട്ട് പാടില്ല. നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ കൺഫ്യൂസ് ആവുകയുമില്ല. ഓക്കെ, സോ ആൻസർ സിമ്പിളാണ്, വെരി സിമ്പിൾ. ആൻസർ എന്താ വരാൻ പോകുന്നത്, ഓപ്ഷൻ A 1500 ml ആണ് കേട്ടോ, 1500 ml. സോ നമ്മളുടെ ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണ്. ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി കഴിഞ്ഞില്ല, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നിങ്ങളുടെ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് നേരം കൂടെ എൻ്റെ മക്കൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യുക. 11ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുക, നിങ്ങൾ അതെന്ത് ചെയ്യുക, ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് നിങ്ങൾ 11ാമത്തെ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുക, അതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക, എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2.
ടൈഡൽ വോളിയത്തിന് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇത്. ടൈഡൽ വോളിയം എത്രയാണ് വരുന്നത്? 500 to 550 ml ആണ് അല്ലേ? സിമ്പിൾ. ഏറ്റവും ചെറിയ വാല്യൂ ടൈഡൽ വോളിയത്തിൻ്റെതാണ്. സോ എ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. A3 ആണ്. A3 ആയിട്ടുള്ള 2 ഓപ്ഷൻ ഉണ്ട്. അടുത്ത നോക്കുക, ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എത്രയായിരുന്നു? ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം അത് കുറച്ച് കൂടുതലായിട്ടുള്ള വാല്യൂ ആയിരിക്കണം അല്ലേ? സോ 2500 into 3000 ml ആണ് ഇവിടെ വരേണ്ട ആൻസർ. സോ യെസ്, ബി എന്ന് പറയുന്നത് 1 ആണ്. ബി 1 ആണ്. നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ബാക്കിയും കൂടെ ഒന്ന് നമുക്ക് മാച്ച് ചെയ്ത് പോകാം. ഓക്കെ, എക്സ്പിരേറ്ററി റിസർവ് വോളിയം എത്രയാണ് വരേണ്ടത്? എക്സ്പിരേറ്ററി റിസർവ് വോളിയം വരേണ്ടത് യെസ് ഓപ്ഷൻ 4 ആണ്. അതായത് 1000 to 1100 ml. ഓക്കെ, റെസിഡ്യുവൽ വോളിയം 1100 to 1200 ml. അപ്പം ഈ വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യണം എൻ്റെ മക്കൾ പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ലങ് കപ്പാസിറ്റീസ് ആൻഡ് വോളിയംസിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റൻ ഉണ്ടാവും. അപ്പം ഈ ഭാഗം നിങ്ങൾ പഠിക്കാതെ പോവരുത്. നിർബന്ധമായിട്ടും നല്ല അടിപൊളിയായിട്ട് ഈ ഭാഗം ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി പഠിച്ച് വെക്കുക. ഒന്ന് റിവൈസ് ചെയ്തിട്ട് എക്സാം എഴുതാനായിട്ട് പോവുക കേട്ടോ. സോ ഇതാണ് നമ്മളുടെ 10 ക്വസ്റ്റ്യൻ. ഇനി നിങ്ങളുടെ സ്വന്തം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ആൻസർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 11ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന് തൊട്ട് മുന്നേയായിട്ട് മിസ് ബാച്ച് ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഓക്കെ, +1 ആണെങ്കിൽ +1 മക്കൾക്ക് വേണ്ടിയിട്ട് പൃഥ്വി ബാച്ച് ഉണ്ട്. +2 ആണെങ്കിൽ നമുക്ക് വേദ ബാച്ച് ഉണ്ട് കേട്ടോ. നമ്മുടെ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്സിൻ്റെയും നിങ്ങൾ പഠിക്കുന്ന എല്ലാ ടോപ്പിക്സിൻ്റെയും വീഡിയോസ് അവൈലബിൾ ആണ്. ഓക്കെ, ടീച്ചേഴ്സ് എടുത്തിട്ടുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള വളരെ ചെറിയ ചെറിയ ലേണിംഗ് വീഡിയോസ് ആണ്. സുഖമായിട്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് ഉണ്ട്. DPP വീഡിയോ സൊല്യൂഷൻസ് ഉണ്ട്. നമുക്ക് ലൈവായിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനും ലൈവായിട്ടുള്ള ക്ലാസ്സസും ഓക്കെ ലൈവായിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും എല്ലാം ഉണ്ട്. പലതരത്തിലുള്ള എക്സാംസ് ഉണ്ട്. നിങ്ങൾ പഠിച്ചു എന്ന് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ട് എന്തുണ്ട്? പലതരത്തിലുള്ള എക്സാംസ് ഉണ്ട്. DPP എക്സാം ഉണ്ട്, ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ട്, മൊഡ്യൂൾ വൈസ് എക്സാം ഉണ്ട്, ഫുൾ ലെങ്ത് എക്സാം ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള എക്സാംസ് ഉണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ചെറിയ ഫീസിലാണ്. അതായത് ഇനി ഈ ഫീസും അല്ല, നിങ്ങൾ ഈ ഫീസ് പോലും അല്ല അടയ്ക്കേണ്ടത്. ഇപ്പം ഫീസ് എന്താണ്? വീണ്ടും നമ്മൾ മക്കൾക്ക് വേണ്ടി കുറച്ചിട്ടുണ്ട്. ഓക്കെ, എത്രയാണ് വരുന്നത്? 7,999 മാത്രമേ ഉള്ളൂ. അതായത് 1000 rupees റിഡക്ഷൻ ഉണ്ട്. സോ ഡോണ്ട് മിസ് ദസ് ഓഫർ. ഓക്കെ, ഈ ഓഫർ മിസ് ചെയ്യാനേ പാടില്ല. ഗ്രാബ് ചെയ്യുക ഈ ഓഫർ. നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക കേട്ടോ. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. സോ യെസ്, ഈ 1000 rupees ഓഫർ ഉള്ളത് മറക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റിയൊരു ടൈമാണ് കേട്ടോ. ചിലപ്പോൾ പൈസയൊക്കെ ഇല്ലാത്തപ്പോൾ, പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ചെറിയൊരു ഓഫർ റണ്ണിങ് ആണല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാർ ഡെഫിനറ്റായിട്ടും ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ സിമ്പിളായിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് മിസ് കൊണ്ടുവന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലങ്സ് ആർ എൻക്ലോസ്ഡ് ഇൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ നീറ്റിന് വരാറുണ്ട് കേട്ടോ. നീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭീകര എക്സാം ഒന്നുമല്ല, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട് ഇതേപോലെ. അപ്പോൾ 11ാമത്തെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ ഒട്ടും മടിക്കാതെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് എല്ലാം മിസ് വായിക്കുന്നുണ്ട്. ഓക്കെ, കുറേ പേർക്ക് മിസ് കമൻറ്റ് ചെയ്യുന്നുണ്ട് തിരിച്ചതല്ലേ, റിപ്ലൈയും തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, താഴെ ആൻസർ കമൻറ്റ് ചെയ്യുക കേട്ടോ. ആൻസർ കമൻറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. Okay, this is me, Arathi, signing off. Have a wonderful day. Okay, bye-bye.